ആരാണ് സത്യത്തിൽ ഒരു സന്യാസി? സന്യാസി സർവസംഘ പരിത്യാഗി എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ സന്യാസിമാർ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഹം ഇഹം സ്വയം. സന്യാസിമാർക്ക് രാഷ്ട്രീയമുണ്ടോ? എന്തുകൊണ്ട് പാടില്ല? പള്ളിയിലച്ഛനാവാം, മുതലിയാർക്കാവാം. അതുപോലെ തന്നെ ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവരല്ലേ സന്യാസിമാർ. സന്യാസിമാർക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയം പാടില്ല? ഉത്തർപ്രദേശ് ഭരിക്കുന്നതേ ഒരു സന്യാസി. ഉത്തർപ്രദേശ് മാത്രമല്ല, കാവ്യവസ്ത്രം ധരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പേരിൽ മാറ്റം വരുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദീക്ഷ പൂർത്തീകരിക്കാൻ വിരജഹോമം മാത്രം ചെയ്യേണ്ട ഒരു വ്യക്തി മാത്രമാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദിജി. അല്ല, പല സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിലും ക്ലാരിറ്റി ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്യാസ ഗുരുവിലെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ആരാണ് സത്യത്തിൽ ഒരു സന്യാസി? സന്യാസി സർവസംഘ പരിത്യാഗി എന്നാണ് എല്ലാവരും പറയുന്നത്. യഥാർത്ഥ സന്യാസി സമൂഹത്തെ അറിയുന്നവനാണ്, സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, നാഗസന്യാസിമാർ നാഗന്മാരാണ്, അവർ അഘോരികളാണ്. അവർ സന്യാസിമാരല്ല എന്നല്ല. ശങ്കരാചാര്യ ഭഗവത്പാദരാണ് ഈ അഖാഡകൾ രൂപീകരിച്ചത്. ആ അഖാഡകളുടെ കീഴിൽ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി വൈഷ്ണവ അനുഷ്ഠാനികളും ശൈവ അനുഷ്ഠാനികളും തമ്മിലുള്ള മത്സരത്തെ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് കുംഭമേളകൾ. ഇവർ ഒന്നിച്ചു ചേരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയുള്ള പല അവസ്ഥകളിലേക്ക് കുംഭമേളയിൽ നമ്മൾ പഠിച്ച ചരിത്രം, പൗരാണികമായ ചരിത്രം, പുരാണത്തിലെ കണക്ഷൻ, അമൃതകുംഭവുമായി വരുന്ന ഗരുഡൻ വന്നു പോകുമ്പോൾ അതിൻ്റെ തുള്ളികൾ വീണ സ്ഥലങ്ങളാണ് ഈ തീർത്ഥങ്ങളായി മാറിയത്. ആ തീർത്ഥങ്ങളുള്ള സ്ഥലങ്ങളിലാണ് കുംഭമേളകൾ സംഘടിപ്പിച്ചത്. കാരണം അവിടെ വന്ന് ഷാഹി സ്നാനം ചെയ്ത് അവിടെ നിന്ന് ദീക്ഷയെടുത്ത് അങ്ങനെ സർവസംഘ പരിത്യാഗി എന്നുള്ള രീതിയിൽ, അതായത് ഈ ലോകമോ ഗൃഹമോ ആരും വേണ്ടാതെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സൈനികരായും ജപത്തിനായും മാറ്റിയെടുക്കുന്ന കുറേ ആളുകൾ, അവരാണ് നമ്മുടെ ഭാരതത്തിന് ശക്തി നൽകിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന ഇത്. അതല്ലെങ്കിൽ അവരൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ. എൻ്റെ ചോദ്യം, സന്യാസിമാർ സമൂഹത്തെ അറിയുന്നവരായിരിക്കണം, സമൂഹത്തിനൊപ്പം നിൽക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. നാഗസന്യാസിമാരുടെ അഘോരികളുടെയൊക്കെ ജീവിതം എടുത്താൽ ഇവർക്ക് എങ്ങനെയാണ് സമൂഹവുമായി ബന്ധമുള്ളത്? അവർക്ക് അവരുടേതായ ജീവിത രീതിയാണ്, അവരുടേതായ വസ്ത്രധാരണ രീതിയാണ്, അവരുടേതായ ആഹാര രീതിയാണ്, സമൂഹവുമായി തികച്ചും വിഭിന്നമായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് അത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുക? സന്യാസം വിവിധ തലങ്ങളിലാണ്, വിവിധ രീതിയിലാണ്. കാരണം പരമഹംസ സന്യാസിമാരുണ്ട്. അവർക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഒന്നാണ്. ചിലർ അവധൂത സന്യാസിമാരുണ്ട്, അതുപോലെ കർമ്മസന്യാസിമാരുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള സന്യാസിമാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങടങ്ങുന്ന സന്യാസ സമൂഹം ഏത് വിഭാഗത്തിൽ? ദശനാമി സമ്പ്രദായത്തിൽ ശങ്കരാചാര്യ ഭഗവത്പാദർ സ്ഥാപിച്ച ദശനാമി സമ്പ്രദായത്തിൽ 4 മഠങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സന്യാസ മഠങ്ങളിലാണ്. അത് ആധ്യാത്മികത സമൂഹത്തിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള കർമ്മസന്യാസം, അത് ഏറ്റവും ശക്തമായ ഒരു സന്യാസമാർഗം കലിയുഗത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. കാരണം സത്യാനന്ദ സരസ്വതി സ്വാമിജി എനിക്ക് ഒരു മാർഗ്ഗഗുരുവായി കണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്യാസിമാർ, എൻ്റെ ഗുരുനാഥൻ നിത്യാനന്ദ സരസ്വതി സ്വാമിജി, ഗുരുനാഥൻ്റെ ഗുരുനാഥൻ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമിജി, ഇവരൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ. ശ്രീനാരായണ ഗുരുദേവൻ, അവരൊക്കെ സമൂഹത്തിന് വേണ്ടി, ശ്രീനാരായണ ഗുരുദേവനൊക്കെ വളരെ ശക്തമായ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച സന്യാസിമാരാണ്. ഈ സന്യാസിമാർ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഹം ഇഹം സ്വയം. ഞാനെന്ന ഭാവം ഒരിക്കലും ഒരു സന്യാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഉള്ള സന്യാസിമാരിൽ ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ നിലവിൽ ജീവനോടെയുള്ള ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വളരെ മാതൃകപരമായി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന സ്വാമിമാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കൂടുതൽ അറിയാൻ ആഗ്രഹിച്ച് പഠിച്ചെടുത്ത ഒരു സ്വാമിജിയുണ്ട്.
അതുപോലെ എൻ്റെ ഗുരുനാഥൻ, അവരൊക്കെ ആ തലത്തിലേക്ക് വന്നവരാണ്. അഹമില്ലാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അദ്ദേഹം മഹാമണ്ഡലേശ്വരാണ്, വളരെ രാജകീയമായ രീതിയിൽ ജീവിക്കേണ്ട ആളാണ്. പക്ഷേ ഇപ്പോഴും ഹോമകുണ്ഡം കെട്ടാനും ചാണകം മെഴുകാനും പൂജ ചെയ്യാനും മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അതല്ലേ ഒരു സന്യാസി ചെയ്യേണ്ടത്. അത് മാതൃകയായി അദ്ദേഹം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാതൃകയാക്കി നമ്മൾ എടുക്കുന്നത്. ഭാരതത്തിൽ ഇന്നിൻ്റെ കാലത്ത് കാഷായ വസ്ത്രം അണിഞ്ഞാൽ സന്യാസി എന്ന പേര് ചേർത്താൽ വലിയ ആദരവും വലിയ സ്വീകാര്യതയും വലിയ ധനവും വലിയ സമ്പത്തും വലിയ സൗകര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നത് നമ്മുടെ കൺമുന്നിൽ പലരുടെയും ജീവിതത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തൊക്കെയാണ് ഒരു സന്യാസി? കാഷായം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. സമൂഹത്തിനു വേണ്ടി, സമാജത്തിനു വേണ്ടി സേവ ചെയ്യാൻ ഈ വസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേർ, സ്വാർത്ഥലാഭത്തിന് സ്വന്തത്തിനു വേണ്ടി ധനം സമ്പാദിക്കുന്ന കുറേ ആളുകൾ വിവിധ തലത്തിൽ ഈ വേഷത്തെ, ഈ വസ്ത്രത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ കാണേണ്ടത് അങ്ങനെ വിവിധ തലത്തിൽ സമൂഹത്തെ നശിപ്പിക്കാനായി നടക്കുന്ന ആളുകളെ എന്നല്ല, ഇത് യഥാർത്ഥമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ വസ്ത്രത്തിൻ്റെ മാന്യതയെ സംരക്ഷിക്കുന്നവർ ശക്തമായ ഭാഷയിൽ സംസാരിക്കണം. എന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലരും വിമർശിക്കുന്നതിൻ്റെ ഒരു കാരണം ചില ഭാഷാ പ്രയോഗങ്ങൾ, ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ആ വരികളിൽ ഉണ്ടാകുന്ന ചില ആശയങ്ങൾ, അതിനെ പലരും എതിർക്കാറുണ്ട്. കാരണം പറഞ്ഞില്ല എങ്കിൽ സന്യാസിയുടെ ധർമ്മത്തെ നിലവേറ്റുന്നില്ല. ഇവിടെ പൂജനീയ ഗുരുനാഥൻ സത്യാനന്ദ സരസ്വതി സ്വാമിജികൾ, അദ്ദേഹം എടാ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പലരുടെയും മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക. ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസി സംസാരിച്ചാൽ ആ സ്റ്റേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പം അതാണ് നമ്മുടെ കാലഘട്ടം. അപ്പോൾ സന്യാസം എന്നത് സമാജത്തിന് ഉപകാരപ്പെടുന്ന ഒന്നായി മാറണം. നമ്മുടെ സംസ്ഥാന സന്യാസി സഭ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനത്തിലാണ് പോകുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ രക്ഷാധികാരിയാണ്. സ്വാമി ഗുരുനാഥൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. അതിൻ്റെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. 185 സന്യാസിമാരെ നമ്മൾ ദീക്ഷ കൊടുത്ത് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ മാർഗദർശക മണ്ഡൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സന്യാസി കൂട്ടായ്മയാണ്. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. വളരെ ശക്തമായ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സന്യാസിമാർക്ക് രാഷ്ട്രീയമുണ്ടോ? എന്തുകൊണ്ട് പാടില്ല? പള്ളിയിലച്ഛനാവാം, മുതലിയാർക്കാവാം. അതുപോലെ തന്നെ ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവരല്ലേ സന്യാസിമാർ. സന്യാസിമാർക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയം പാടില്ല? രാഷ്ട്രബോധമുള്ളവരാവണം സന്യാസിമാർ. ഉത്തർപ്രദേശ് ഭരിക്കുന്നതേ ഒരു സന്യാസിയാണ്. ഉത്തർപ്രദേശ് മാത്രമല്ല, കാവ്യവസ്ത്രം ധരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പേരിൽ മാറ്റം വരുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ദീക്ഷ പൂർത്തീകരിക്കാൻ വിരജഹോമം മാത്രം ചെയ്യേണ്ട ഒരു വ്യക്തി മാത്രമാണ് ഇന്ന് ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദിജി. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന്, അതായത് ഇതുവരെ നിൽക്കുന്ന പ്രവൃത്തികൾക്കെല്ലാം അദ്ദേഹത്തിന് ഊർജം കൊടുക്കുന്നത് അദ്ദേഹം എടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗുരു, അതുപോലെ തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന ദീക്ഷ. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും ഒരു യഥാർത്ഥ സന്യാസിയാണ്. ആരാണ് നരേന്ദ്രമോദിയുടെ ഗുരു? അതിനെക്കുറിച്ച് അത്ര എനിക്ക് അറിവില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുമുണ്ട്. അല്ല, പല സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിലും ക്ലാരിറ്റി ഇല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്യാസ ഗുരുവിലെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് അടുത്ത് തന്നെ നമുക്ക് വെളിപ്പെട്ട് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഗുരുവിനെക്കുറിച്ച്. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ വെള്ളവസ്ത്രമണിഞ്ഞ സന്യാസിമാർ. നമ്മുടെ കുമ്മനം രാജശേഖരേട്ടൻ വളരെ ശക്തമായി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ വേണം അബാക് മീഡിയ ഇൻ്റർവ്യൂ ചെയ്യാൻ. അതുപോലെ നമ്മുടെ സംഘത്തിൻ്റെ ഒരു നെടുന്തൂണായി അവരൊക്കെ പൊളിറ്റീഷ്യൻസ് ആണ്. ഞങ്ങൾക്ക് അതിനു വേണ്ടി നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പേജ് തന്നെയുണ്ട്. അതിൽ കുമ്മനം രാജശേഖരൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ സന്യാസിമാരായി കാണാൻ സാധിക്കില്ല. പക്ഷേ
ആത്മീയതയുടെ തലത്തിലേക്ക് ഇറങ്ങിയാൽ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ BJP സംസ്ഥാന വക്താവായിട്ടുള്ള ശങ്കുറ്റി ദാസ് കഴിഞ്ഞ ദിവസം അതിഥിയായിത്തീരും. ആത്മീയത പറയുന്ന ആളുകളെ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട് എന്നുള്ളതാണ്. അവർ സന്യാസവര്യന്മാരാണ് എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷേ ആയിരിക്കാം. അങ്ങ് പറഞ്ഞതുപോലെ സന്യാസിമാർക്ക് കാഷായം വേണമെന്ന നിർബന്ധമൊന്നുമില്ല, ഒരിക്കലുമില്ല. എനിക്കൊരു രാഷ്ട്രീയത്തിനോടും എതിർപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തെ ഒരുപാട് ഉയർത്തുകയോ ചെയ്യുന്നില്ല. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാം, മോശം ചെയ്താൽ മോശമെന്ന് പറയും എന്നുള്ളതാണ്. എന്തായാലും ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ശരി, നമസ്തേ.